हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല സോങ് അല്ലേ? നമ്മുടെ ക്ലാസ്സില് സോങ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കണ്ടെത്താൻ തന്നെ ഞാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല ഫീല് കിട്ടുന്ന നല്ല സോങ്സ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ? അത് തന്നെ ഒരു വലിയ എന്താ പറയാ ടാസ്ക് ആണ്. പ്രമോദ് ജി, ഹാപ്പി ഓണം അഡ്വാൻസ് എല്ലാവർക്കും. ഓക്കെ, പിന്നെ വേറെ എന്താണ് വിശേഷം? ഒരു 2 minutes 3 minutes എല്ലാവരും വരുന്നത് വരെ വിശേഷം പറയാം. എന്താ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിശേഷങ്ങൾ? ഇന്നത്തെ ദിവസം പൊതുവെ ഹാപ്പി ആയിരുന്നോ? കൃഷ്ണഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കുന്നുണ്ടോ? മഞ്ജരീസിന്റെ ക്ലാസ് കൊണ്ട് മനസ്സിനൊക്കെ ഒരു സമാധാനം വരുന്നുണ്ടോ? അതിലുപരി ധൈര്യം വരുന്നുണ്ടോ? ഹാപ്പി ആണോ? എല്ലാ പ്രശ്നങ്ങളെയും സാത്വികമായ മനോഭാവത്തില് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഭഗവാനിൽ ഒരു അടിയുറച്ച വിശ്വാസം വന്നോ? എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഗുരുവായൂരപ്പനുമായിട്ട് നല്ലൊരു ബോണ്ടിങ് കിട്ടുന്നുണ്ടോ? ഇതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഏകാദശി എടുക്കാൻ പറ്റാത്തവർ അത് എടുക്കാൻ പറ്റുന്നില്ല എന്നോർത്തിട്ട് വിഷമിക്കൊന്നും ചെയ്യണ്ട. പയ്യെ പയ്യെ എടുക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാം ശരിയാവും. ഒന്നും ആലോചിച്ച് ദുഃഖിക്കൊന്നും ചെയ്യണ്ട. ഓരോന്നോരോന്നായിട്ട് ശരിയാവും. ഹാപ്പി. യെസ്. രാംകേഷ് പ്രഭു, ജയ് ശ്രീ രാധേ രാധേ. ധൻവൻ പ്രണാമം പ്രഭുജി. ഹാപ്പിയാണ്. പ്രീതിയമ്മ, പിന്നെ ഹാപ്പി. അത് മതി, അത് കേട്ടാ മതി. പ്രശ്നങ്ങൾ വരും ലൈഫിൽ. അതൊക്കെ എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു സമചിത്തതയോടുകൂടി ഹാൻഡിൽ ചെയ്യാം. പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ കലിയുഗത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. കാരണം ഹാപ്പി ഓണോപ്പ എല്ലാവർക്കും. അതൊന്ന് തരണം ചെയ്യാൻ ഒരു മനസ്സുണ്ടായാൽ മതി, വിജയിക്കാം. എന്നും പറയുന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. പൊരുതാൻ എളുപ്പമാണ്, ക്ഷമിക്കാൻ ഏറെ കഷ്ടമാണ്. ക്ഷമയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു എന്താ പറയാ ഒരു ശക്തി. അതാണ് ഭക്തി. ഓക്കെ, അപ്പം സാത്വികമായിട്ട് എല്ലാം കാണാൻ ശ്രമിക്കുക. കഴിയുന്നത്ര എന്താ പറയാ സ്വസ്ഥമായിട്ടിരിക്കുക. എനിക്കും വടകുറുമ്പ് അമ്മയെ കാണാനും ഗുരുവായൂരപ്പനെ കാണാനും ഭയങ്കര ആഗ്രഹം. ഓണം ആയതുകൊണ്ട് ലീവ് കിട്ടുന്നില്ല. എന്ത് ചെയ്യും? വന്നാൽ നല്ല അന്നദാനം കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉറപ്പായിട്ടും വരാമ്മ. മോളുടെ വെഡിങ്ങിന് ഞാൻ വരും. ടുമോറോ ഐ കംപ്ലീറ്റഡ് കൃഷ്ണകഥ. സൂപ്പർ. കൃഷ്ണകഥ ഞാൻ എടുത്തു തരാം കേട്ടോ. ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ അത് എടുത്തു തരാം. നിങ്ങളൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ക്ലാസ് എടുക്കാതെ പോയ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്തല്ലോ എന്നുള്ളൊരു സങ്കടം. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ആയാലും ഞാൻ എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച ക്ലാസ്സിന്റെ സമയത്ത് ഇവിടെ എത്തും. കുറച്ചു നേരം ക്ലാസ് എടുക്കും. കാരണം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അത് മാത്രമല്ലേ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ക്ലാസ് എടുത്തു തരാൻ പറ്റും, നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ പറ്റും, എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതല്ലേ പറ്റൂ. അതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? നിങ്ങളെല്ലാം ഒത്തിരി ദൂരെ, ഞാൻ ഒത്തിരി ദൂരെ. തമ്മിൽ കാണാൻ വല്ലപ്പോഴും ഗുരുവായൂരപ്പൻ തരുന്ന ഒരു ചെറിയ ചെറിയ അവസരങ്ങൾ, അത് പാഴാക്കാതെ നമുക്ക് തമ്മിൽ കാണാം. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഒരേ മനസ്സോടെ ഒരേ ശക്തിയോടെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും മഞ്ജരീസ് വീണു പോകാതെ കാത്തുരക്ഷിച്ചത് നിങ്ങളും ഞാനും ഗുരുവായൂരപ്പനുമാണ്. അവിടെ ജാതി മത ഭേദങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. സാമ്പത്തിക വലിപ്പ ചെറുപ്പങ്ങൾ നോക്കിയിട്ടില്ല. ജോലിയുടെ വലിയ ഉയർച്ചയും താഴ്ചയും നോക്കിയിട്ടില്ല. എല്ലാവരും പരസ്പരം അമ്മമാരായിരുന്നു, ചേച്ചിമാരായിരുന്നു, അനിയന്മാരായിരുന്നു, ചേട്ടന്മാരായിരുന്നു, അച്ഛനായിരുന്നു, മക്കളായിരുന്നു അല്ലെ? പരസ്പരം ഒരുമിച്ച് സ്നേഹിച്ചും ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും ഒരുപാട് പേര് തകർക്കാൻ
ശക്തമായി കൂട്ടമായി വന്നപ്പോഴും സിംഗിളായി വന്നപ്പോഴും എല്ലാം നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം മുന്നോട്ട് പോയി അല്ലേ. ആ കുടുംബം ഇന്ന് ഇത്രത്തോളം എത്തി നിൽക്കുന്നു. ഒരുപാട് സന്തോഷം. ഇവിടെ ആർക്കും ഒരു വലിപ്പ ചെറുപ്പോലെ, എല്ലാവരും ഒന്നാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ഒരേ മനസ്സോടുകൂടി നമ്മൾ നിന്നു. കിച്ചൂട്ടനും രാധാറാണിയും ഒപ്പം നിന്നപ്പം നമ്മൾ ഇന്നും ഇതുപോലെയുണ്ട്. ഇതിനിടയിൽ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് പോയി, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടായി അല്ലേ. കഴിയുന്നത്ര കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചും അറിവുകൾ പങ്കുവച്ചും ഒക്കെ നമ്മളെ മഞ്ജരീസ് ഇങ്ങനെ പോകുന്നു. കാലാകാലം ഇങ്ങനെ പോട്ടെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും അത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് കൂട്ടരും ഇതുപോലെ ഇരിക്കുക, ഇതുപോലെ മുന്നോട്ട് പോവുക, സ്നേഹത്തോടെ, ഐക്യത്തോടെ, സ്പർദ്ധയില്ലാതെ. എന്ത് വന്നാലും ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം, ഒരു സമാധാനം കിട്ടും അല്ലേ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ മഞ്ജരീസിന്റെ നമ്പർ എടുത്ത് വിഷമങ്ങൾ എന്തുണ്ടെങ്കിലും അതിലൊരു ഓഡിയോ ഇട്ടാൽ ഞാൻ കേട്ടില്ലെങ്കിൽ അത് കിച്ചൂട്ടൻ കേൾക്കും. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും അതിലൊരു ഓഡിയോ ഇടാം, ഇന്നല്ലെങ്കിൽ നാളെ അത് കേൾക്കും, ഒരു ആശ്വാസം കിട്ടും എന്ന ഒരു സങ്കേതം. അതാണ് മഞ്ജരീസ്. ഇനിയും ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ അദ്ദേഹം എത്ര വേണമെങ്കിലും മഞ്ജരീസിനെ വളർത്തും. പക്ഷെ ആ വളർച്ചയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഒത്തൊരുമ, നമ്മുടെ സ്നേഹം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പല പ്രസ്ഥാനങ്ങളിലും ഒരു ആൺപെൺ വ്യത്യാസമെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പം തീർച്ചയായിട്ടും അതുപോലും നമ്മുടെ മഞ്ജരീസിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആൺപെൺ വ്യത്യാസം പോലും ഇല്ലാതെ ഒരേ മനസ്സോടെ പോകുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കുറേ ആൾക്കാർ. അല്ലമ്മ, നാളെയല്ല, നാളെ മോർണിംഗ് ചെന്നൈയിലെത്തും. ഒരു 11:30 ആകുമ്പോഴേക്ക് തന്നെ ചെന്നൈയിലെത്തും. എനിക്ക് നാളെ 10 മണിക്കാണ് ഫ്ലൈറ്റ് വിടുന്നത്. അപ്പം 11:15 ആകുമ്പോഴത്തേക്ക് ഞാൻ ചെന്നൈയിലെത്തും. എത്തിയിട്ട് നാളെ കുറച്ച് കോസ്റ്റ്യൂം റെഡിയാക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, മറ്റന്നാൾ 2 ഉദ്ഘാടനമുണ്ട് മലയാളി അസോസിയേഷൻ്റെ. അത് തീർത്തിട്ട് മറ്റന്നാൾ വൈകിട്ട് ഞാൻ തൃശ്ശൂരിലേക്ക് വരും. അപ്പോൾ 1-ാം തീയതി രാവിലെ ഞാൻ തൃശ്ശൂർ എത്തും. തൃശ്ശൂർ എത്തിയിട്ട് അവിടെ നമ്മുടെ വടകുറുമ്പക്കാവിൽ ഫങ്ഷൻസ് ഒക്കെ തീർത്ത് ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കഴിച്ച് വൈകിട്ട് ചുറ്റുവിളക്കൊക്കെ കഴിഞ്ഞിട്ട് 1-ാം തീയതി രാത്രി ഗുരുവായൂരെത്തും. 2-ാം തീയതി നിർമാല്യം തൊഴുത് ഫുൾ ടൈം ഭഗവാന്റെ അടുത്തിരുന്ന് 3-ാം തീയതി മേ ബി ചെന്നൈ, ഇല്ലേ കാലിക്കറ്റ്. അതിനിയും ഫിക്സ് ആയിട്ടില്ല. അങ്ങനെ അമ്മ. അപ്പം ആ ഒരു സ്നേഹവും ഐക്യവും അത് മതി നമുക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട അല്ലേ. അങ്ങനെ പോകും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും സ്നേഹത്തോടെ ക്ഷമയോടെ മുന്നോട്ട് പോവുക. അത്രേ പറയാനുള്ളൂ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാവിലത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് രാജവിദ്യ രാജഗൂഹി യോഗം കഴിഞ്ഞു. അറിഞ്ഞായിരുന്നോ? അത് കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? വിഭൂതി യോഗം. വിഭൂതി യോഗം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. എന്താണെന്നറിയാമോ? വിശ്വരൂപം. അത് എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും കാണണം. മിക്കവാറും ജിതേന്ദ്രൻ ചേട്ടാ ഞാൻ 3-ാം തീയതി ആയിരിക്കും, 3 കോഴിക്കോട് എത്തുന്നത്. അപ്പോൾ വിഭൂതി യോഗം അധ്യായം 10. ഓക്കെ, അത് കഴിഞ്ഞാൽ വിശ്വരൂപമാണ്. വിശ്വരൂപം ഒരിക്കലും ക്ലാസ് മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും കാണണം. ഇനി നമ്മൾ എന്നാ ഒന്നിച്ചു കൂടുന്നത്? നമ്മുടെ ഗെറ്റ് ടുഗദർ വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ ഗെറ്റ് ടുഗദർ വളരെ വൈകാതെ നമ്മൾ അറേഞ്ച് ചെയ്യും. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഗെറ്റ് ടുഗദർ. കാരണം മോനപ്പൻ മുതലാളിയാണ് ഗെറ്റ് ടുഗദറിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യും. 3 ദിവസമായാലും എന്റെ മഞ്ജരീസ് ഫാമിലി അവിടെ നിന്ന് പോയില്ല. മാതാജി 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 എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കാണും. അതാണ് ഗെറ്റ് ടുഗദറിന്റെ ഒരു സന്തോഷം. എന്തായാലും വൈകാതെ തന്നെ ഗെറ്റ് ടുഗദർ അനൗൺസ് ചെയ്യാം. എല്ലാവർക്കും കുറച്ചും ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയം. കൃഷ്ണകുമാർ പ്രഭു, നമുക്ക് എത്രയും പെട്ടെന്ന് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം. ചീഫ് ഗസ്റ്റ് ഒക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഗെറ്റ് ടുഗദർ വൈകാതെ നമുക്ക് അനൗൺസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അധ്യായം 10 വിഭൂതി യോഗം. അതിൽ നമ്മൾ പഠിക്കുന്നത് ശ്രീ ഭഗവാൻ വാച. ഭഗവാൻ പറയുന്നു, ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യായ. മേഘക്കുട്ടി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ. ലവ് യു ഉമ്മ. ആൻറ്റിയുടെ ലൈവായിട്ട്. ഓക്കെ,
നിന്റെ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതൊരു കുഞ്ഞു കൊച്ചാണ് ഈ മേഘ എന്ന് പറയുന്നത്, വളരെ കുഞ്ഞു കൊച്ച്. പക്ഷെ ഒരു ക്ലാസ് അവള് മിസ് ചെയ്യില്ല. നന്നായിട്ട് ജപിക്കും, പാട്ടുപാടും, വരയ്ക്കും. ഒരു ചെറിയ കുട്ടി, അതാണ് ഈ മേഘക്കുട്ടി. ആന്റി കഥ പറയൂ, കഥ പറയൂ, കഥ പറയൂ. പക്ഷെ അവൾ ഒരിക്കലും ഗീത മിസ് ചെയ്യുന്നില്ല. എല്ലാവരും മോൾക്ക് എന്താ പറയാ വിഷസ് പറയണേ. സുധാ മാതാജി, കൊച്ചുമോൻ ഹോസ്പിറ്റലൈസ്ഡ്, വിഷമിക്കേണ്ട, വേഗം മാറ്റിത്തരും ഭഗവാൻ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മോൻ തിരിച്ചു വരും. വിഷമിക്കേണ്ട, ചെറിയൊരു കടമ്പ, അത് ഭഗവാൻ ഉടനെ തന്നെ മാറ്റിത്തരും. പേടിക്കണ്ട കേട്ടോ, റിലാക്സ് ആയിട്ടിരിക്കും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു മഹാബാഹോ, മഹാബാഹോ എന്നാണ് ഭഗവാൻ പറയുന്നത്. കയ്യൂക്കുള്ളവനെ, ശക്തിയുള്ളവനെ. അഹം, അഹം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ഏവാ, ഏവ എന്നാൽ തീർച്ചയായും, ഉറപ്പായും. ഹിതക്കാമായ, അതായത് നിനക്ക് ഹിതം വരുന്നതിനനുസരിച്ച്, വരണമെന്ന് ഉദ്ദേശിച്ച്, അതായത് നിനക്ക് ഹാപ്പിനെസ് കിട്ടണം എന്ന് ആലോചിച്ചിട്ട്. പ്രിയമാണായ, അതായത് പ്രിയമായവനെ. കുറച്ച് സാൻസ്ക്രിറ്റ് മലയാളത്തിലേക്ക് പറഞ്ഞുതരാണ് കേട്ടോ. പ്രിയമായവനെ, ഇഷ്ടമുള്ളവനെ. തേ, തേ എന്നാൽ നിനക്കായിട്ട്, നിനക്ക് വേണ്ടിയിട്ട്. യദ്, യദ് എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ, ഏത് കാര്യത്തിനെയാണോ. വക്ഷ്യാമി, വക്ഷ്യാമി എന്നാൽ പറയാൻ അല്ലെങ്കിൽ ഉപദേശിക്കാൻ, അഡ്വൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ. മേ എന്ന് പറഞ്ഞാൽ എൻ്റെ, എനിക്ക്. തത്, തത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമം, അതായത് പരമമായിരിക്കുന്ന. തത് എന്ന് പറഞ്ഞാൽ ആ, ഓക്കെ എന്നുള്ളത്. പരമം എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന, വളരെ വലുതായിട്ടിരിക്കുന്ന. വജ, വജഹ എന്ന് പറഞ്ഞാൽ വാക്കുകളെ. ഭൂയ, ഭൂയ എന്നാൽ സംസ്കൃതത്തിൽ വീണ്ടും, എഗെയിൻ എന്നാണ് അർത്ഥം. ശൃണു, ശൃണു എന്നാൽ കേൾക്കുക, ഹിയറിംഗ്. ഓക്കെ. അങ്ങനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതിന്റെ ഭാവാർത്ഥം പറഞ്ഞു തരാം. പരമദിവ്യോത്തമ പുരുഷൻ പറയുന്നു, ഭഗവാൻ വാച, ഭഗവാൻ പറയുന്നു. എന്താ പറയുന്നത്? കൈക്കരുത്തുള്ള അർജുന, അതായത് ശക്തിയുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട്, നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്, നിന്റെ നന്മയ്ക്കായിട്ട് ഇനിയും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഭഗവാനെ നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കാണുകയാണെങ്കിൽ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അർജുനൻ എന്തുകൊണ്ടാണ് ഗീത മനസ്സിലായത്? അർജുനന് ഭഗവാൻ ഫ്രണ്ട് ആയിരുന്നു, ഗുരു ആയിരുന്നു, ബ്രദർ ആയിരുന്നു, എല്ലാം ആയിരുന്നു. അജിത് കുമാർ പ്രഭു, എല്ലാമായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ തലത്തിലും അർജുനൻ ഭഗവാനെ കണ്ടതുകൊണ്ടാണ് എന്താണ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അർജുനന് പെട്ടെന്ന് മനസ്സിലായത്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. തിരുമേനി ക്ലാസ്സിലാണേ, കഴിഞ്ഞിട്ട് വിളിക്കാവേ. ഓക്കെ. അപ്പൊ അർജുനന് പെട്ടെന്ന് മനസ്സിലാവാനുള്ള കാരണം എന്താണ്? അർജുനൻ ഭഗവാനെ എല്ലാ അർത്ഥത്തിലും എല്ലാ സ്ഥലങ്ങളിലും കണ്ടു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മളും ഭഗവാനെ എല്ലാ രീതിയിലും കാണാൻ പഠിച്ചാൽ ഭഗവാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കും ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നു, ഇനിയും ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതിനേക്കാളും ഉത്തമമായിരിക്കുന്ന അറിവാണ് അർജുന എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ എന്ന വാക്കിന് പരാശര മുനി നിർവചിച്ചത് എന്താണ്? ഫലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം, ഇതെല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഫലമുണ്ട്, ശക്തിയുള്ളവനാണ്, കീർത്തിയുള്ളവനാണ്, ധനമുള്ളവനാണ്, അറിവുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, അതിലുപരി ത്യാഗമുള്ളവനാണ് ഭഗവാൻ. അതായത് എ കംപ്ലീറ്റ് മാൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ. ഭഗവാനാണ് പൂർണ്ണതയുള്ളത്. നമുക്ക് ആരും ബാക്കിയൊന്നും ഈ കംപ്ലീറ്റ് അല്ല ഈ ലോകത്തില്. ഭഗവാൻ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ പരാശര മുനി ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ്? എ കംപ്ലീറ്റ് മാൻ. അതാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ വിഭൂതികൾ ആറും തികഞ്ഞവനാണ് ഭഗവാൻ. ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് ഭഗവാൻ എന്നാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം, ഇങ്ങനെയുള്ള 6 വിഭൂതികളാൽ സമ്പൂർണനായവനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. അതായത് എല്ലാം തികഞ്ഞവൻ കൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ, കൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ 6 ഐശ്വര്യങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു ഈ ഭൂമിക്ക്, ഭയങ്കരം സൗന്ദര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന വിയറ്റ്നാമും അതൊന്നും അല്ല സൗന്ദര്യം, അതിലേറെ സൗന്ദര്യം ഈ ഭൂമിക്ക് ഉണ്ടായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നപ്പം. നല്ല ശക്തി ഉണ്ടായിരുന്നു ഭൂമിക്ക്, നല്ല കീർത്തി ഉണ്ടായിരുന്നു, ആർക്കും ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല.
എല്ലാവരും അറിവുണ്ടായിരുന്നു, അതുപോലെ എല്ലാം ത്യാഗങ്ങളും സഹിക്കാൻ എല്ലാവരും റെഡിയായിരുന്നു. ഭഗവാൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിഭൂതികളാണ് ഇതൊക്കെ. അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹം പരശരാദി മഹാത്മാക്കളാൽ ഭഗവാൻ എന്ന് അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഭഗവാനെ ഭഗവാൻ എന്ന് നമ്മൾ പറയുന്നത്. തന്റെ 6 വിഭൂതികളെയും നമ്മൾ പഠിച്ചിരിക്കുന്ന ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, അതുപോലെ ത്യാഗം, ഈ ഒരു എന്താ പറയാ 6 വിഭൂതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അതിസീക്രട്ട് ആയിരിക്കുന്ന, നിഗൂഢമായിരിക്കുന്ന വിവരങ്ങളാണ് ഇനി കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ 6 വിഭൂതികളെയും കുറിച്ചുള്ള അതിസീക്രട്ട് ആയിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോണത്. 7-ാം അധ്യായം മുതൽക്ക് അദ്ദേഹത്തിന്റെ വിവിധമായിരിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന ശക്തികളെ കുറിച്ചും വ്യത്യസ്തമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിരിക്കുന്ന, സവിശേഷമായിരിക്കുന്ന ഈ 6 വിഭൂതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭക്തിക്ക് ദൃഢവിശ്വാസത്തിന്റെ, നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ അതിനൊരു ദൃഢവിശ്വാസം, ഉറപ്പുള്ള ഒരു വിശ്വാസം വേണം. അങ്ങനെ ഭക്തിക്ക് ദൃഢവിശ്വാസത്തിന്റെ അടിത്തറ ഉറപ്പിക്കാൻ, നമ്മളെല്ലാം ഭക്തിയിലുണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ഭൗതികമായിരിക്കുന്ന കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മുടെ മനസ്സ് ചിലപ്പം തളർന്നു പോകാറുണ്ട്, ഇല്ലേ? ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടും എന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആവുന്നല്ലോ കൃഷ്ണ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ കൃഷ്ണ എന്ന വേദന നമ്മളെ പിടികൂടാറുണ്ട്, ഇല്ലേ? അങ്ങനെ പിടികൂടാതിരിക്കണമെങ്കിൽ ഭക്തിക്ക് ഒരു അടിത്തറ വേണം, വേണ്ടേ? അങ്ങനെയുള്ള ഒരു അടിത്തറ നൽകാൻ തന്നെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ വിവിധ ശക്തികളെ കുറിച്ച് കഴിഞ്ഞ അധ്യായങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഭൂതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആവിർഭാവങ്ങളെ കുറിച്ചിട്ടും, അതായത് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതിനെ എന്നതിനെ കുറിച്ചൊക്കെ അർജുനനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാള് ഭഗവാന്റെ കഥകൾ എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം ഭഗവത് സേവനത്തിൽ ഉറച്ചു നിൽക്കുന്ന പറയുന്നത്, ഇല്ലേ? നമ്മളെല്ലാവരും ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ, പറയുമ്പോ ഞാനും കേൾക്കുന്നുണ്ട്, കേൾക്കുമ്പോ നിങ്ങളും കേൾക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ തുല്യരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും. ഭക്തന്മാരോടൊപ്പം ഇരുന്നിട്ട് വേണം ഭഗവത് ചരിതങ്ങൾ കേൾക്കാൻ എന്ന് നമുക്ക് ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നുണ്ട്. ചില ആളുകൾ പറയും, എനിക്കിങ്ങനെ ഗ്രൂപ്പിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ തനിയെ ഇരുന്ന് ജപിച്ചോളാം, വായിച്ചോളാം, ഞാൻ എല്ലാം തികഞ്ഞ ഭഗവാനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഗീതയിൽ പറയുന്നു ഭക്തന്മാരോടൊപ്പം ഇരുന്ന് വേണം ഭഗവത് ചരിതങ്ങൾ കേൾക്കാൻ. അങ്ങനെ ചെയ്യുമ്പോ ഭക്തി സാധനയ്ക്ക് മാറ്റുകൂടുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഭക്തി സാധനയ്ക്ക് മാറ്റുകൂടുന്നു. കൃഷ്ണാവബോധം ലഭിക്കണം എന്ന് തികച്ചും ആഗ്രഹിക്കുന്നവർ തമ്മിൽ മാത്രം പ്രഭാഷണ പാഠങ്ങൾ നടത്തിയാൽ മതി. കൃഷ്ണാവബോധം ലഭിക്കണം എന്ന് ചിന്തിക്കുന്നവർ മാത്രം ഈ പ്രഭാഷണങ്ങൾ പരസ്പരം ചെയ്താൽ മതി. മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവരൊരിക്കലും ലൈവ് ക്ലാസ്സിലോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കാനോ മനസ്സ് കാണിക്കില്ല. അവർ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവരത് മാറ്റി വേറെ റീൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അതായത് അയാളുടെ മേന്മയ്ക്കായിട്ട് നമ്മൾ എത്ര തന്നെ ശ്രമം നടത്തിയാലും കാര്യമില്ല, അവർക്ക് കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ കഴിയില്ല എന്നാ പറയുന്നത്. അപ്പോ അർജുനൻ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവനായത് കൊണ്ടാണ് അയാളുടെ ഉയർച്ചയ്ക്കായിട്ട് ഈ ഉപദേശങ്ങൾ നൽകുന്നത് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭഗവാന് അർജുനൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും ഉപദേശങ്ങൾ അർജുനന് കൊടുക്കുന്നത്. ഓക്കെ, 1ാമത്തെ ശ്ലോകം മനസ്സിലായില്ലേ? ഈ നഴ്സറി കുട്ടികൾക്ക് പറഞ്ഞിരുന്നത് പോലെ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാനാണ്. ഇങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതൊന്ന് പറയൂ, എന്നിട്ട് നമുക്ക് 2ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നത് ഭഗവത്ഗീതയാണ്, ശ്രീമദ് ഭഗവത്ഗീത, ഭഗവാന്റെ വാക്കുകൾ. അത് ഇത്രയും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടൂ.
യെസ്. അഞ്ജു വിനോദ്, ദിവ്യ ജയൻ, പിന്നെ സുധാദേവി, രുക്മ അനിൽ. ഞാൻ പേര് വായിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കല്ലേ, എല്ലാവരും മാതാജിമാർ, റെസ്പെക്റ്റ് ഉണ്ട്. ഇതിൽ പേര് കാണിക്കുന്നോണ്ട് ഞാൻ വായിച്ചു പോകുന്നേ ഉള്ളൂ. മൊട്ടി ബിജു, ജയ ജയ, രേഖാനന്ദൻ, സന്ധ്യ സന്ധ്യ, രമണി എം പിള്ളൈ, ലാലി ശ്രീനിവാസൻ, അനിഹ ബാലകൃഷ്ണൻ, സജിത് സജിത്, വിജയകുമാരി, പ്രമീള, സത്യപ്രഭ, ജ്യോതി പി, ബിന്ദു തമ്പി, രുക്മ അനിൽ. ഓക്കെ, സന്തോഷം. രമാരാജൻ, ഒരുപാട് സന്തോഷം. ഭഗവാന് നിങ്ങളുടെ നാമത്തിലും എൻ്റെ നാമത്തിലും നന്ദി അറിയിക്കുന്നു. നമ്മൾക്ക് ഒരുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ഗുരുപരമ്പരയ്ക്കും നന്ദി പറയുന്നു. ഓക്കെ, അപ്പോ ഇനി ഓഫ് കോഴ്സ് ഐ ഡു അണ്ടർസ്റ്റാൻഡ്. അജിത് കുമാർ, മിനി, ജാനകി, പ്രസന്ന രാധാകൃഷ്ണൻ, ഗിരിജ ചന്ദ്രോ, ഓ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ന മേ വിദു സുരഗണ പ്രഭവം ന മഹർഷയഃ അഹമാർദിഹി ദേവാനാം മഹർഷീണാം ച സർവശ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഉത്പത്തി എന്ന് പറഞ്ഞാൽ ആവിർഭാവം, ജനനം അല്ലെങ്കിൽ അവതാരം, എന്ത് വേണമെങ്കിലും പറയാം. എന്റെ ഉത്പത്തി, വിഭൂതി എന്ന് പറഞ്ഞാൽ നമ്മൾ 6 കാര്യങ്ങൾ പഠിച്ചു അല്ലെ, അതാണ് വിഭൂതി എന്ന് പറയുന്നത്. മോനപ്പൻ മുതലാളി, വിഭൂതി എന്നിവയെക്കുറിച്ച്, ഭഗവാന്റെ ഉത്പത്തിയെക്കുറിച്ചോ വിഭൂതിയെക്കുറിച്ചോ ദേവന്മാർക്കോ ഋഷിമാർക്കോ അറിഞ്ഞൂടാ. ഭഗവാന്റെ ഈ കാര്യങ്ങള് ദേവന്മാർക്കും മനസ്സിലാവുന്നില്ല, ഋഷിമാർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ പറയുന്നത് ന മേ വിധു സുരഗണാ പ്രഭവം ന മഹർഷയ എന്ന് ഭഗവാൻ പറയുന്നു. അഹം മാതിർഹി ദേവാനാം, ദേവന്മാർക്കോ, മഹർഷീണാം ച സർവശ, മഹർഷിമാർക്കോ മനസ്സിലാവുന്നില്ല. ക്ലിയർ? അപ്പോ പിന്നെ ഏത് വിധത്തിലും അവരുടെ എല്ലാം ഉദ്ഭവം ഞാനാണ്. ഭഗവാൻ പറയുന്നു ഈ മഹർഷിമാരായാലും ശരി ദേവന്മാരായാലും ശരി ഇവരുടെ എല്ലാം ഉദ്ഭവം ഭഗവാനാണ്. ഇതേ ഈ പുറകിലിരിക്കുന്ന ആള്, മനസ്സിലായില്ലേ? ഇവരെല്ലാം ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അതായത് ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമപുരുഷൻ, ഇല്ലേ? ബ്രഹ്മസംഹിതയിൽ പറയുന്നില്ലേ പരമകൃഷ്ണ ദിവ്യോത്തമ പുരുഷ എന്നൊക്കെ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അപ്പം ശ്രീകൃഷ്ണനാണ് എന്ത്? പരമപുരുഷൻ. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായിട്ട്, ടോപ്പസ്റ്റ് ആയിട്ട് ആരും തന്നെ ഇല്ല. രുക്മാനിൽ മാതാജി പറയുന്നു ഇപ്പൊ ഞങ്ങൾ മാതാജിയുടെ കുട്ടികളാണ്, അപ്പൊ പേര് വായിക്കുന്നത് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടെ പരമപുരുഷൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് ആരും തന്നെ ഇല്ല. കാരണങ്ങൾക്കും കാരണഭൂതനാണ് ഭഗവാൻ, അല്ലെ? എല്ലാത്തിനും റീസൺ ആരാണ്? ഭഗവാനാണ്. അപ്പൊ ദേവന്മാരുടെയും ഋഷികളുടെയും ഒക്കെ ജനനവും എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഇവരെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ദേവന്മാർക്കും ഈ ഋഷിമാർക്കും ഒന്നും ഭഗവാനെയോ ഭഗവാന്റെ നാമത്തെയോ വ്യക്തിത്വത്തെയോ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഈ ചെറിയ ലോകത്തിൽ ജീവിക്കുന്ന ഞാൻ പണ്ഡിതനാണ് എന്ന് സ്വയം പറഞ്ഞ് നടക്കുന്നവർക്ക് എന്തറിയാനാണ്? മനുഷ്യനേക്കാൾ ഉയർന്ന അവസ്ഥയിലാണ് ദേവന്മാരും ഋഷിമാരും നിൽക്കുന്നത്. അപ്പൊ അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഭഗവാനെ എങ്ങനെയാണ് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കുന്ന സ്വയം പണ്ഡിതൻ എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ദേവാദിദേവന്മാര് ഒരു മനുഷ്യന്റെ രൂപത്തില് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അസാമാന്യമായിരിക്കുന്ന അത്ഭുതമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് പല പല ഋഷിമാര് പല പല മാജിക് എന്നൊന്നും പറയാൻ പറ്റില്ല, അവർ പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ മിറാക്കിൾസ് കാണിക്കുന്നുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. കൃഷ്ണനെ അറിയുന്നതിന് അറിവ് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല. കൃഷ്ണനെ അറിയണമെങ്കിൽ ജ്ഞാനമല്ല വേണ്ടത്, പിന്നെയോ കൃഷ്ണാവബോധമാണ് വേണ്ടത്. ഡെഡിക്കേഷൻ ആയിരിക്കുന്ന ഒരു ഭക്തി, കൃഷ്ണ പ്രേമം എന്ന് പറയും. ഭഗവാനോടൊരു പ്രേമമാണ് വേണ്ടത്. അപ്പോ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും. കുറേ ശ്ലോകങ്ങളും ജ്ഞാനവും ഒന്നും കൃഷ്ണനെ അറിയാൻ വേണ്ട. ദേവന്മാരും ഋഷിമാരും ഒക്കെ
മാനസികമായിരിക്കുന്ന ഗവേഷണങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കതിനെ സാധിക്കുന്നുമില്ല. ദേവന്മാർക്കും സാധിക്കുന്നില്ല, ഋഷിമാർക്കും സാധിക്കുന്നില്ല. ദേവശ്രേഷ്ഠന്മാർക്ക്, അതായത് ദേവന്മാരിൽ തന്നെ ശ്രേഷ്ഠമായ സ്ഥാനത്തിരിക്കുന്നവർക്കും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് എവിടെ പറയുന്നു? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാണ് ശ്രീമദ് ഭാഗവതത്തെ പറയുന്നത്. ആ ഭാഗവതത്തിൽ പോലും പറയുന്നു, ശ്രേഷ്ഠമായിരിക്കുന്ന ദേവന്മാർക്ക് പോലും കൃഷ്ണനെ അറിയാൻ സാധിക്കുന്നില്ല. പിന്നെയോ അപൂർണമായിരിക്കുന്ന സ്ഥൂലേന്ദ്രിയങ്ങൾ. എന്തുകൊണ്ടാണ് അപൂർണമായിരിക്കുന്ന സ്ഥൂലേന്ദ്രിയങ്ങൾ പറയുന്നത്? നമ്മൾക്ക് കാണുന്നത് ഇത്ര ഡിസ്റ്റൻസിലുള്ളതിനെ നമുക്ക് കാണാൻ പറ്റൂ, ഇത്ര ഡിസ്റ്റൻസിലുള്ളതേ നമ്മൾക്ക് കേൾക്കാൻ പറ്റൂ, അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, സെൻസ് എന്താണ്? അപൂർണമാണ്, കംപ്ലീറ്റ് അല്ല. അപ്പോ അപൂർണമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ കഴിവിൽ ഒതുങ്ങുന്നിടത്തോളം മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെ? അങ്ങനെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം എന്താ? ഈ ഭൂമിയുടെ ത്രിഗുണങ്ങൾ, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം, ഈ 3 ഗുണങ്ങളാലാണ് നമ്മൾ എല്ലാവരും വളർന്നതും ജനിച്ചതും എല്ലാം. അപ്പൊ ഈ ഒരു അവ്യക്തിഗത ഭാവം, നമ്മുടെ വ്യക്തമല്ലാത്ത ഭാവത്തിൽ നിന്നുകൊണ്ട്, ചിന്തയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൃഷ്ണനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ മാനസികമായിരിക്കുന്ന ഒരു ഊഹാപോഹത്തിലൂടെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് കൃഷ്ണനെ കുറിച്ച്. നമ്മൾക്കൊരിക്കലും മാനസികമായിരിക്കുന്ന ഒരു ഊഹാപോഹത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു വ്യക്തമല്ലാത്ത ചിന്തയിലൂടെ കൃഷ്ണാവബോധം മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഭഗവാനോടുള്ള അതിതീവ്രമായിരിക്കുന്ന ഒരു പ്രേമത്താൽ നമുക്ക് കൃഷ്ണനെ അറിയാൻ സാധിക്കും. അതാണ് അടിത്തറയുള്ള ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അബദ്ധജടിലങ്ങളായിരിക്കുന്ന ഊഹാപോഹങ്ങൾ കൊണ്ട്, അതായത് അബദ്ധമാണ്, കൃഷ്ണൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അബദ്ധമാണ്. അങ്ങനെയുള്ള അബദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് കൃഷ്ണനെ തിരിച്ചറിയാൻ ആർക്കും സാധിക്കില്ല. പരമസത്യത്തിൽ, അതായത് കൃഷ്ണനിൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഇവിടെ, അങ്ങനെയുള്ളവരോട് ഇവിടെ എങ്ങനെയായിരിക്കുന്ന ഭഗവാൻ പറയുന്നത്? ശ്രീ ഭഗവാനായിരിക്കുന്ന ഞാൻ ഇവിടെയുണ്ട്, ഞാനാണ് ആ പരമദിവ്യോത്തമ പുരുഷൻ, ദ സുപ്രീം ലോർഡ്. ഇതറിയേണ്ടതാണ് അത്യാവശ്യമായി വേണ്ടത്. അതായത് എല്ലാത്തിനും മുകളിൽ ഇരിക്കുന്നത് ഭഗവാനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഗുരുവായൂരപ്പനെ അറിയാൻ പറ്റും. അചിന്ത്യനായിരിക്കുന്ന ഭഗവാന്റെ സഖാര സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടില്ലെങ്കിലും, കൃഷ്ണന്റെ ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് കൃഷ്ണനെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഭഗവാനെ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ കൃഷ്ണ, എനിക്ക് ദുഃഖങ്ങൾ എന്തിനു തരുന്നു കൃഷ്ണ എന്ന് നമ്മൾ ചോദിക്കരുത്. കാരണം എന്താ? അദ്ദേഹം ഇതറിയുന്നുണ്ട്, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്, എന്റെ തൊട്ടരികിൽ കൃഷ്ണനുണ്ട് എന്ന അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണനെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഭഗവത്ഗീതയിലുള്ള, ഭാഗവതത്തിലുള്ള ഭഗവത് സൂക്തങ്ങൾ മാത്രം പഠിച്ചാൽ മതി ആ സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന കൃഷ്ണനെ നമുക്കറിയാൻ, അല്ലെ? നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിലൂടെ നമ്മൾ എത്രമാത്രം കൃഷ്ണനോട് അടുത്തു. അപ്പൊ ഈ ഒരു സൂക്തങ്ങൾ മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. എല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി, അല്ലെങ്കിൽ അഥവാ നിരാകാര ബ്രഹ്മം എന്ന് ഈശ്വരൻ ആണ്, കൃഷ്ണനാണ് എന്ന ആശയത്തിൽ എത്തിച്ചേരുന്നവർ കൃഷ്ണന്റെ അധമ പ്രകൃതിക്ക് അടിമപ്പെട്ടവരാണ്, അല്ലെ? ആ സച്ചിദാനന്ദമൂർത്തി നമ്മോടൊപ്പമുണ്ട് എന്ന് അടിയുറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർ കൃഷ്ണനിൽ തന്നെ ലയിച്ചു ചേരാൻ വിധിക്കപ്പെട്ടവരാണ്. അതീന്ദ്രാവസ്ഥയിൽ അല്ലാതെ ഭഗവാനെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് നമ്മളെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുന്നത് പോലെയല്ല, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്തിട്ട് മനസ്സിൽ കൃഷ്ണനെ സ്ഥാപിച്ചിട്ട് പരമദിവ്യോത്തമ പുരുഷനെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചാൽ ആ അതീന്ദ്രിയമായിരിക്കുന്ന ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൃഷ്ണനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയില് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. കാരണം എന്താ? അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? നമ്മളെ അനുഗ്രഹിക്കണം എന്ന് മാത്രമുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഭഗവാന്റെ ഈ ഒരു അസാധാരണ പ്രവൃത്തികള് കണ്ടിട്ടുകൂടി ഭൗതിക ശക്തിയുടെ മാലിന്യം നമുക്ക് ബാധിച്ചിരിക്കുകയാണ്. ഭഗവാൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഭൗതിക മാലിന്യം നമ്മളിലുണ്ട്. നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. കാരണം എന്താ? നമുക്ക് ആവശ്യങ്ങളുണ്ട്, അത് അദ്ദേഹം നടത്തി തരും എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ആ അവ്യക്തിഗത ബ്രഹ്മത്തെ പരമോന്നതമായിരിക്കുന്ന ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
സർവവും ഭഗവാന് സമർപ്പിച്ച ഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ കൃപാ കടാക്ഷം, കൃഷ്ണന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഭഗവാനെ മനസ്സിലാക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോ സർവം കൃഷ്ണാർപ്പണമസ്തു, സർവവും കൃഷ്ണന് സമർപ്പിച്ച ഭക്തർക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു നിരാകാര ബ്രഹ്മത്തെക്കുറിച്ച് 24 മണിക്കൂറില് 10 സെക്കൻഡ് ചിന്തിച്ചിരുന്നാൽ കൃഷ്ണാവബോധം നമ്മളിൽ ഉണരുന്ന പറയുന്നത്. സ്വയം സമർപ്പണം ചെയ്യണം, എങ്കിലേ നമുക്ക് കൃഷ്ണനെ അറിയാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റൂ. കൃഷ്ണന്റെ ആ ഒരു അഹൈതുകമായിരിക്കുന്ന കരണം മൂലം അദ്ദേഹം നമ്മൾക്ക് എന്താണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കണം. മറ്റാർക്കും ഇത് സാധ്യമല്ല. ഒരു ഭക്തന്, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് സാധ്യമാണ്. അത് മഹർഷിമാരും സമ്മതിക്കുന്നുണ്ട്. അപ്പോ എന്താണ് ആത്മാവ്, പരമപദം എന്നാൽ എന്താണ്, ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടല്ലേ, ആത്മാവ് എന്താണ്, ശരീരം എന്താണ്, കർമ്മം എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ മനസ്സൊരു കാണിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനെ നമുക്ക് അറിയാൻ പറ്റും. ആ പരമപുരുഷനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പൊ രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു കേട്ടോ. ഇനി മൂന്നാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ യോ മാമജ്ജനാനാധിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢ സമർത്യേഷു സർവപാപൈ പ്രമുച്യത്തെ എന്നാ പറയുന്നത്. ഭഗവാൻ പറയുന്നത് എന്താന്ന് നമുക്ക് തന്നെ മനസ്സിലാവണില്ല അല്ലേ, സംസ്കൃതം ആയതുകൊണ്ട്. യാ എന്ന് പറഞ്ഞാൽ യോ മാമജമനാധീം എന്ന് പറയുന്നു. അതായത് ജനനമില്ലാത്തവനും തുടക്കമില്ലാത്തവനും. ഭഗവാൻ എപ്പോ ജനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ബിഗ് ബാങ് ഒക്കെ പഠിക്കാൻ പോവാണെങ്കിൽ ഒരുപാടുണ്ട് വേദിക് കോസ്മോളജി. അപ്പൊ ഭഗവാൻ എപ്പോ ജനിച്ചു, എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ എപ്പോ ജനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. തുടക്കം എവിടെയാണ്, സ്റ്റാർട്ടിങ് എവിടെയാണ് ഭഗവാന്റെ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സർവലോകേശ്വരനാണെന്ന് ഞാൻ അറിയുന്നവൻ മാത്രം വ്യാമോഹം തീർന്ന് പാപഭുക്തനാകുന്നു. ഭഗവാന്റെ തുടക്കവും ഭഗവാന്റെ ജനനവും അറിയില്ലെങ്കിലും സർവലോകേശ്വരനാണ് ഭഗവാൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സർവപാപങ്ങളിലും നിന്ന് നമ്മൾ എന്തായി, മോചിപ്പിക്കപ്പെട്ടു. 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ 7-ാം അധ്യായത്തിൽ പറയുന്നത്? 7-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്, പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അയ്യോ മറന്നു പോയി മാതാജി അല്ലെ. ഇപ്പൊ 10-ാമത്തെ അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭഗവാൻ? ആർക്കെങ്കിലും ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ചോദിക്കരുതല്ലേ, അത് എന്റെ മഞ്ജരീസ് ഫാമിലിക്ക് ഇഷ്ടമല്ല. അപ്പൊ കമന്റ്സ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ആരൊക്കെ ലൈവിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഇവിടെ കാണാം കേട്ടാ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇഷ്ടമല്ല, അത് കുറച്ച് കഷ്ടാണ്. എന്താ 7-ാം അധ്യായത്തിൽ പറയുന്നത്? മനുഷ്യാണാം സഹസ്രേഷു കച്ചിയന്ധതി സിദ്ധയേ എന്ന് പറയുന്നുണ്ട്. എന്താ അത്? അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന്റെ, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലുള്ള ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നവർ എന്താണ്? സാമാന്യരല്ല. ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ഉയർന്ന അവസ്ഥയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നവർ സാധാരണക്കാരനായിരിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ട്. ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് അറിഞ്ഞൂടാത്ത കോടി ജനങ്ങളെക്കാൾ ഉയർന്ന അവസ്ഥയിലാണ് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവര്. തങ്ങളുടെ ആധ്യാത്മിക സ്ഥിതി, അതായത് നമുക്കൊരു ആത്മാവുണ്ടെന്നും യുഗയുഗാന്തരങ്ങളായിട്ട് ആത്മാവ് ശരീരം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും കർമ്മഫലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ ആത്മസാക്ഷാത്കാരം നമ്മൾ വന്നിരിക്കുന്ന ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനുള്ളതാണെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വെച്ചിട്ട് പരമപുരുഷനും ജനനമില്ലാത്തവനും സർവേശ്വരനും എന്ന നിലയിൽ കൃഷ്ണനെ കാണാൻ കഴിയുന്ന വ്യക്തിയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എന്താണ് ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വിജയിച്ച ആൾക്കാര്. മനസ്സിലായില്ലേ? സുഖം സുഷാ മാതാജി, സുഖമായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ. അവരെങ്ങനെയായിരിക്കണം? അവരെപ്പോഴും ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. ജനനമില്ലാതിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന തുടക്കം എവിടെന്നറിയാത്ത ആ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആത്മാവാണ്, ശരീരമല്ല. കർമ്മഫലങ്ങളിലൂടെയാണ് ഞാൻ ഇന്നത്തെ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ട് ഭഗവാന്റെ ആ ഗൃഹത്തിലേക്ക് നമ്മൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരത്തിൽ വിജയിക്കാൻ സാധിക്കും.
കൃഷ്ണന്റെ ഈ ഒരു പരമോന്നതമായിരിക്കുന്ന ഭാവത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിലും നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. അതുകൊണ്ടാ ഭഗവാൻ പറയുന്നത്, എന്താ പറയുന്നത്? യോ മാമ ജമന്നാധീം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസ മർത്തേഷു സർവഭാവൈ പ്രമുച്യത്തെ എന്ന് പറയുന്ന സർവപാപങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഇവിടെ ഭഗവാനെ അജൻ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? ജനനമില്ലാത്തവൻ, ഒരിക്കലും ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല, അല്ലേ? അപ്പോ 2-ാം അധ്യായത്തില് അജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവാത്മാക്കളിൽ നിന്ന് ഭഗവാൻ വ്യത്യസ്തനായതുകൊണ്ടാണ്. നമ്മളെ പോലെയാണോ ഭഗവാൻ? ഒരിക്കലും അല്ല. കൃഷ്ണനായിട്ട് ഓടക്കുഴലും വിളിച്ചുകൊണ്ട് അവിടെ ഈ വൃന്ദാവനത്തിൽ ഇരുന്നപ്പോ നമ്മളിൽ ഒരാളായി അദ്ദേഹത്തെ കണ്ടു. അവിടെയുള്ളവർ ഭഗവാനെ വിളിക്കുന്നത് എന്താ? ഠാക്കൂർജി ഠാക്കൂർജി എന്നാണ് വിളിക്കുന്നത്, അല്ലെ? ഠാക്കൂർജി എന്ന് വിളിക്കാൻ കാരണം അവരിൽ ഒരാളായി, അവരുടെ നാഥനായിട്ട്, രാജാവായിട്ട് ഭഗവാനെ കണ്ടു. നമ്മൾ ഒരിക്കലും അങ്ങനെ ഭഗവാനെ കാണരുത്. കാരണം എന്താ? സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ഭൗതിക മാലിന്യങ്ങളിൽ പെടുന്നില്ല. നമ്മള് ഭൗതിക മാലിന്യങ്ങളിൽ പെട്ടുപോണു. നമ്മുടെ ശരീരം നശ്വരമാണ്, അദ്ദേഹത്തിന്റെ ശരീരം അനശ്വരമാണ്. അപ്പൊ ഭൗതികമായിരിക്കുന്ന കെട്ടുപാടുകളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവസത്തകളിൽ, നമ്മളെ പോലെയുള്ള ജീവസത്തകളിൽ നിന്ന് വ്യത്യസ്തനാണ് ഗുരുവായൂരപ്പൻ, അതായത് ഭഗവാൻ. ശരീരം ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കൾ ശരീരം മാറി മാറി എടുക്കുന്നുണ്ട്, ഇല്ലേ? ഇന്നലെ വരെ നമ്മൾ വേറെന്തോ ശരീരത്തിലായിരുന്നു, ഇന്ന് ഈ ഒരു ശരീരത്തിലിരിക്കുന്നു. കയ്യിലിരിപ്പ് കൊണ്ട് നാളെ വേറെ ശരീരത്തിലേക്ക് പോകും. അപ്പൊ ബദ്ധരായിരിക്കുന്ന, കുടുങ്ങിക്കിടക്കുന്ന, കർമ്മഫലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മള് ശരീരം മാറ്റി മാറ്റി എടുക്കുന്നുണ്ട്. ഭഗവാന്റെ ശരീരം എങ്ങനെയാ? മാറ്റമില്ലാത്തതാണ്, സ്ഥിരതയുള്ളതാണ്. ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ അവതരിച്ചു വരുമ്പോ പോലും അദ്ദേഹം അജനായി തന്നെ ഇരിക്കും. അദ്ദേഹം ഇവിടെ കൃഷ്ണനായി വന്നാലും പരശുരാമനായി വന്നാലും ശ്രീരാമസ്വാമിയായി വന്നാലും അദ്ദേഹം അജനാണ്, മാറ്റമില്ല. അതുകൊണ്ട് ഭഗവാൻ അധമമായിരിക്കുന്ന ഭൗതിക ശക്തിക്ക് അധീനനല്ല ഭഗവാൻ, അല്ലെ? തന്റെ അന്തരംഗ ശക്തിയാൽ സദാ ഉത്കൃഷ്ട ശക്തിയിലാണെന്ന് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. വേത്തി ലോകമഹേശ്വരം എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെ ഇതാണ്. ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ കുടുങ്ങിക്കിടക്കുന്നില്ല. പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹവ്യൂഹങ്ങൾക്കും പരമമായിരിക്കുന്ന അധികാരി ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. സൃഷ്ടിക്ക് മുമ്പേ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നു. എല്ലാ സൃഷ്ടികളിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനാണ്. ഭൗതിക ലോകത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നതും ഭഗവാനാണ്. എല്ലാ ദേവഗണങ്ങളും കൃഷ്ണനെ സംബന്ധിച്ചതാകട്ടെ അദ്ദേഹത്തെ സൃഷ്ടിച്ചതായിട്ട് കേട്ടിട്ടില്ല. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാവ്, ശിവൻ, മറ്റ് ദേവന്മാര്, എല്ലാവരുടെയും സൃഷ്ടാവ് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും പ്ലാനറ്റ്സിന്റെയും ഓണർ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ ജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് കൃഷ്ണൻ. അറിയുന്നവർക്ക് വേഗത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്ന വ്യക്തികൾക്ക് എളുപ്പം പാപങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഭഗവാനെ അറിയണമെങ്കിൽ ഒരാൾ പാപകർമ്മങ്ങൾ ചെയ്യാതെ ഇരിക്കണം. ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഭക്തിപൂർവം ചെയ്യുന്ന സേവനം കൊണ്ട് മാത്രമേ അദ്ദേഹത്തെ അറിയാൻ പറ്റൂ. ഭക്തി ഇല്ലാതെ സേവനം ചെയ്താൽ അദ്ദേഹത്തെ അറിയാൻ പറ്റില്ല. മറ്റു വഴികളിലൂടെയും കൃഷ്ണനെ അറിയാൻ സാധിക്കില്ല. ഭക്തിയോടുകൂടി സേവനം ചെയ്യൂ. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യൂ. അതെന്താണ്? ഒരു സേവനമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പരമമായിരിക്കുന്ന സേവനം. ആ സേവനത്തിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കൃഷ്ണനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കും. കൃഷ്ണനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ കാണാൻ ശ്രമിക്കാൻ പാടില്ല. മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് വിവരമില്ലാത്തൊരു വ്യക്തി മാത്രമേ ചിന്തിക്കൂ. മൂഢനല്ലാത്ത ഭഗവാന്റെ ഒരു വ്യക്തി, അതായത് മൂഢനല്ലാത്ത വിഡ്ഢിയല്ലാത്ത ഒരു വ്യക്തിക്ക് ഭഗവാന്റെ സ്വാഭാവികമായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ആരാവും? എല്ലാ പാപങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഭഗവാൻ എന്താണെന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത്. കൃഷ്ണൻ ദേവകിയുടെ മകനാണല്ലോ, ദേവകി പുത്രനാണല്ലോ. എങ്ങനെ അദ്ദേഹം അജനാവും? ആലോചിച്ച് നോക്കൂ. ഭാഗവതത്തിൽ അതിനുള്ള ഉത്തരവുണ്ട്. നമ്മൾ പറയും ദേവകി മാതാവിന്റെ മകനായിട്ടല്ലേ കൃഷ്ണൻ വന്നത്, അപ്പൊ എങ്ങനെ അജനാവും എന്ന് ചോദിക്കുമ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു ഉത്തരവും കൂടെ പറയുന്നുണ്ട്. ദേവകി വസുദേവന്മാർക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഒരു സാധാരണ കുട്ടിയായിട്ടല്ല ഭഗവാൻ ജനിച്ചത്. പിന്നെയോ തന്റെ ആദിമ രൂപത്തിലായിരുന്നു ഭഗവാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. മനസ്സിലായോ?
ഒരു ദേവകി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മകനായിട്ട് ഭഗവാൻ വരുമ്പോ ഭഗവാൻ ഒരു കുഞ്ഞായിട്ടല്ല ആദ്യം വന്നത്. ഭഗവാന്റെ ആദിമ രൂപത്തിൽ ചതുർബാഹുവായിട്ട് വന്നതിന് ശേഷം അവർ പറഞ്ഞു അങ്ങ് ശിശുവായിട്ട് വരൂ എന്ന് അഭ്യർത്ഥിച്ചതിന്റെ പ്രകാരമാണ് അദ്ദേഹം ഒരു ശിശുവിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് എന്താണ്? ആധ്യാത്മികമാണ്. അതിനെ ശുഭാശുഭങ്ങളായിരിക്കുന്ന ഭൗതിക പ്രതികരണങ്ങൾക്ക് മലീനമാക്കാൻ പറ്റില്ല. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും എന്താണ്? ശുഭോ ഇല്ല, അശുഭോ ഇല്ല. അതിനേക്കാൾ ഉയർന്ന അവസ്ഥയാണ് ഭഗവാന്റെ കാര്യങ്ങൾക്ക്. ഭൗതിക ലോകത്തില് ശരി, തെറ്റ്, നല്ലത്, ചീത്ത, നന്മ, തിന്മ, ഇതൊക്കെ കേവലം ഒരു മനസ്സിന്റെ ഭാവനകളാണ്. മനസ്സിലായില്ലേ? ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡില് ഇതൊക്കെ മനസ്സിന്റെ തോന്നലുകൾ മാത്രമാണ്. അല്ലാതെ ഇതൊന്നും ശാശ്വതമല്ല. ശുഭമായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുപോലെ ഭൗതിക പ്രകൃതിക്ക് അശുഭമായിട്ടും ഒന്നുമില്ല. എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാനിൽ തന്നെയാണ്. ഇവിടെയുള്ളത് എന്തും അശുഭമാണ്. കാരണം എന്താ? എല്ലാം ഭൗതിക പ്രകൃതിയുമായിട്ട് കണക്ട് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതെല്ലാം ശരിയാണ്, ശുഭമാണെന്ന് കരുതുന്നു. ഇവിടെ അനശ്വരമായിട്ട് എന്താ ഉള്ളത്? ഈ ഭൂമിയില് ശാശ്വതമായിരിക്കുന്നത് മാത്രമാണ് ശുഭം. ശാശ്വതമായിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഭഗവാൻ മാത്രമാണുള്ളത്. ശാശ്വതമല്ലാത്ത, നിലനിൽക്കാത്തതൊന്നും ശുഭമല്ല, എല്ലാം അശുഭം തന്നെയാണ്. വാസ്തവത്തില് കൃഷ്ണാവബോധത്തോടെ ഭക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ഇവിടെ ശുഭമായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം നല്ലതാവണമെങ്കിൽ, ശുഭമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ എല്ലാം ശുഭമായിട്ട് വരുള്ളൂ. ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പോലെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങള് പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങളാണ്. വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് വേണം ഈ ഉപദേശങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ, അല്ലെ? നമ്മൾ ഇത് ആരിൽ നിന്ന് പഠിക്കുന്നു? ശ്രീല പ്രഭുപാജിയുടെ വാക്കുകളിൽ നിന്ന് പഠിക്കുന്നു. അപ്പോ ഭഗവാന്റെ പ്രതിനിധിയാണ് ഉത്തമനായിരിക്കുന്ന ഒരു ആചാര്യൻ എന്ന് പറയുന്നത്. അവർ പറയുന്ന ശ്രീമദ് ഭാഗവതവും ഗീതയും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണാവബോധം നമ്മളിൽ ഉയരും. ദിനം പ്രതി നമ്മളിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ആചാര്യന്റെ നിർദ്ദേശം ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് പോലെയാണ്. ഗുരു, സാധു, ശാസ്ത്രം ഇവർ നിർദ്ദേശിക്കുന്ന വഴി കൃഷ്ണാവബോധം മാത്രമാണ്. ഈ പ്രമാണങ്ങൾക്ക് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അവയുടെ ഈ പ്രമാണങ്ങൾക്കനുസരിച്ച് വഴങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും കൃഷ്ണാവബോധം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ഭക്തന് കർമ്മം ചെയ്യുന്നതിനുള്ള മനോഭാവം എന്ന് പറയുന്നത് പരിത്യാഗമാണ്, അല്ലെ? ത്യാഗ മനോഭാവം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. ത്യാഗമില്ല എങ്കിൽ അവൻ മടിയനായിട്ട് അങ്ങനെ കിടക്കും, ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ലേസി ആയിട്ട് കൊണ്ടുപോകും. പക്ഷേ കർമ്മം ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ളിൽ കൃഷ്ണാവബോധമുണ്ടെങ്കിൽ അവൻ കർമ്മം ചെയ്തുകൊണ്ട് എല്ലാം കൃഷ്ണനെ സമർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. സന്യാസം എന്ന് പറയുന്നതും അത് തന്നെ. എല്ലാത്തിൽ നിന്നിട്ട് ഒരു വിരക്തി, ഇതൊന്നുമില്ലെങ്കിലും ഞാൻ കൃഷ്ണന്റെ നാമത്തിൽ ജീവിക്കും, എനിക്ക് ഒന്നും വേണമെന്ന് ആഗ്രഹമില്ല, തന്നാൽ പോലും സ്വീകരിക്കാൻ മനസ്സില്ല എന്ന ഭാവത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സന്യാസം എന്ന് പറയാം. 6-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ കർമ്മം ചെയ്യണം, നമ്മുടെ കർത്തവ്യം, നമ്മുടെ ഉത്തരവാദിത്തം എന്ന ഒറ്റ ശക്തിയിൽ നിലനിന്നുകൊണ്ട് കർമ്മം ചെയ്തിട്ട് അതിന്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ത്യാഗി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ജോലി ചെയ്ത ശമ്പളം പ്രതീക്ഷിക്കും, അതുപോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കർമ്മം ചെയ്തു പോകും. വിശന്നാൽ ആരെങ്കിലും തരും, പക്ഷെ ഞാൻ നിരന്തരം ജോലി ചെയ്യുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജോലി ചെയ്ത് അങ്ങനെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് യഥാർത്ഥ ത്യാഗി എന്ന് വിളിക്കാം. അനാശ്രിത കർമ്മഫലം എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ യോഗി എന്ന് പറയുന്നത്. സന്യാസിയും അത് തന്നെ, ഭഗവാന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കും. അല്ല എങ്കിൽ അത് കപടയോഗിയായിരിക്കും, അല്ലെങ്കിൽ സന്യാസിയുടെ ഉടുപ്പ് ധരിച്ചു നടക്കുന്നവനായിരിക്കും. മനസ്സിലായില്ലേ? ഭഗവാന്റെ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കില്ല ആരിൽ നിന്നും. അയാൾക്ക് പരാതികളില്ല, അയാൾക്ക് വിഷമങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, സങ്കടങ്ങളില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു നിശബ്ദമായ അവസ്ഥ.
ആ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് അവരെപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർ വാ തുറന്നാൽ ഭഗവാന്റെ ലീലകൾ മാത്രമേ പറയൂ. അവർക്ക് പരാതികളില്ല. അവർക്ക് ആര് വന്നാലും ആര് പോയാലും ആര് നിന്നാലും അവർക്ക് വിഷമമില്ല. എവിടെയും കിടക്കും. ഭഗവാന്റെ സമക്ഷം ഒരു സ്ഥലത്ത് ചൂടോ തണുപ്പോ വെയിലോ ഒന്നും അറിയാതെ ഒരു ഭാഗത്ത് ചുരുണ്ടു കൂടുമ്പോഴും ജപം തുടർന്നുകൊണ്ടേയിരിക്കും. ചുറ്റിനും ആര് വന്നാലും അവരറിയില്ല. എന്തെങ്കിലും ആരെങ്കിലും കൊടുത്താൽ വിശന്നാൽ അത് കഴിക്കും. അവരുടെ മുഖത്ത് പോലും നോക്കാതെ സാഷ്ടാംഗം പ്രണാമം അർപ്പിക്കും. അങ്ങനെ അതും കഴിച്ച് ആ സമയത്ത് ആരേലും വന്നാൽ അത് അവർക്കും പങ്കുകൊടുത്ത് അവർ വീണ്ടും ഭഗവാനെ തന്നെ ലക്ഷ്യമാക്കി പോകും. ഇത് ഒരു യഥാർത്ഥ സന്യാസി, ഒരു യഥാർത്ഥ യോഗി. ഇതല്ല എങ്കിൽ അത് കപട സന്യാസിയാവാം, കപട യോഗിയാവാം എന്ന് ഗീതയിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യ ദൈവങ്ങളിൽ അധികം പോയിട്ട് തലവെക്കരുത് എന്ന്. ഓക്കെ, ഒരു യഥാർത്ഥ യോഗിയൊക്കെ ഇന്നത്തെ കാലത്ത് കാണുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് 4ഉം 5ഉം ശ്ലോകമാണ്. അത് കുറച്ച് വലിയ ശ്ലോകമായതുകൊണ്ട് കുറച്ച് വലുതാണ്. 10:30 ആയില്ലേ, അത് നാളെ എടുക്കാം. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. 4ഉം 5ഉം ശ്ലോകം നാളത്തേക്ക് എടുക്കാം. ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ? എല്ലാവരും നേരത്തെ കിടക്കും. 10:30 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങണം. ഉറങ്ങണ്ട, പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ക്ലാസ് കേട്ടതെല്ലാം ഒന്ന് ആലോചിച്ച് ഭഗവാനെ ഒന്ന് ധ്യാനിച്ച് വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ കിടക്കാൻ പോകുന്നതിനേക്കാളും മുമ്പ് അദ്ദേഹത്തെ ഒന്ന് നമസ്കരിച്ചിട്ട് സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങും. നാളെ ചെന്നൈയിലെത്തും ഞാൻ. എത്തിയിട്ട് നാളെ രാത്രി നമുക്ക് അടുത്ത ശ്ലോകം എടുക്കാം. ചിലപ്പോൾ സാധിച്ച രാവിലെ 5:30 ആകുമ്പം അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കുക. പ്രത്യക്ഷ ഏവ കൃഷ്ണ, അത് മറക്കാതിരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണന്റെ ആ ഒരു ഏറ്റവും വലിയൊരു കാരുണ്യം ലഭിക്കട്ടെ. ആ അതീന്ദ്രിയ പുരുഷനെ അറിയാൻ സാധിക്കട്ടെ. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും സമാധാനമായിട്ടിരിക്കും. ശുഭരാത്രി.